മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി തലസ്ഥാനം. ഒറ്റ മഴയിൽ തിരുവനന്തപുരം നഗരം വീണ്ടും വെള്ളത്തിനടിയിലായി. വിവിധ വകുപ്പുകളുടെയും നഗരസഭയുടെയും ഏകോപനമില്ലായ്മയാണ് മാലിന്യത്തിൽ ഉൾപ്പെടെ നഗരം മുങ്ങാൻ കാരണമെന്ന് ആക്ഷേപം. ഒരു മണിക്കൂർ നീണ്ടുനിന്ന മഴയിൽ ഇന്നലെയാണ് തലസ്ഥാന ജില്ല വെള്ളത്തിൽ മുങ്ങിയത്. നഗരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഒപ്പം ആമയിഴഞ്ചാൽ തോട്ടിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടമായി ഒഴുകിയെത്തി. തോടിന്റെ ഒഴുക്കിനും ഇത് തടസ്സമായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടത്തുന്നുണ്ട് എന്നാണ് തിരുവനന്തപുരം നഗരസഭ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം പാളിയെന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ മഴ. അഴുക്കുചാലുകളും ഓടകളും നിറഞ്ഞു. മാലിന്യങ്ങളുടെ കുത്തൊഴുക്കിൽ ആമയിഴഞ്ചാൽ തോടിന് തീരത്തുള്ളവർ വീണ്ടും വലഞ്ഞു. ഇവിടെ ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് എത്രയോ വർഷം കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഇവിടെ 30 വർഷമായി കട തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഈ ചവർ ഇവിടെ വന്ന് അടിയാണ്. അതിന് വേറൊരു റീസൺ ഉള്ളത്, അവിടെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു അണ പോലെ ഒരു പ്ലാസ്റ്റിക്കിൽ കൊണ്ട് കെട്ടിയിട്ട് ഇതിനെ ചേർത്ത് നിർത്തിയിട്ട് അതിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ അവർ വാരാറില്ല, വാരാൻ പറ്റൂല. കാരണം ഇതിങ്ങനെ ഒന്ന് അടിയാണ്. ആ ബാക്കിൽ കണ്ടല്ലോ നിങ്ങൾ, ആ ബാക്കിൽ കിടക്കുന്ന ഒരു സാധനമാണ്, റോബോട്ട് പോലത്തെ ഒരു സാധനമാണ്. അവർക്ക് ഇറങ്ങി നിന്ന് വാരാനുള്ള സാധനമാണ്. അതും കിടക്കുന്നതുകൊണ്ടാണ് ആ ചവർ അടഞ്ഞു നിൽക്കുന്നത്. കണ്ട ഇത്രയും ഫ്രീ ആണ്, കണ്ടില്ലേ? അങ്ങോട്ട് നിങ്ങൾ ആ പാലത്തിൽ നോക്കിയാൽ കാണാം, ശരിക്കും നല്ല ഫ്ലോ ആയിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് ഈ ഒരു അണയൊന്നും ഇല്ലാതെ കിടന്നെങ്കിൽ ഇത് അത്രയും ഒഴുകിപ്പോയേനെ. പക്ഷേ ഇത് കിടക്കുന്നതിനുള്ള ദോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. സ്മെല്ലാണ്. ഓടകളുടെ കൃത്യസമയത്തുള്ള നവീകരണങ്ങളോ വേനൽ മഴ എത്തുന്നതിന് മുൻപ് നടത്തേണ്ട വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ഏകോപനമോ ഒന്നും തന്നെ തലസ്ഥാനത്ത് നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിലെ ദുരിതങ്ങൾ. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായി. ഇരുചക്ര വാഹനങ്ങൾക്കും റോഡിലെ മറ്റു യാത്രക്കാർക്കും വെള്ളക്കെട്ട് ദുരിതമാണ് സമ്മാനിച്ചത്. അപ്പോഴും നഗരസഭ മൗനം തുടരുകയാണ്. തലസ്ഥാന ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണ് എനിക്ക് പിന്നിൽ ഈ അടിഞ്ഞുകൂടി കിടക്കുന്നത്. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇനി എന്നാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരസഭ നടത്തുക? ആളുകൾക്ക് അസുഖം വന്ന ആശുപത്രിയിലായിട്ടോ? ക്യാമറമാൻ അനൂജിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.